Hi friends, welcome to Lal Brothers Millake Soda. We will continue questions. This is a time video. Okay, we will just continue. Next, the question is sin 15 degree. Question is the options are direct fraction actually point. We will sin 15 sin 45 minus 30 degree. Sin x minus y formula sin x cos y plus cos x minus cos x sin y sin x cos y minus cos x sin y sin 1 by root 2 value cos 30 sin 60 cos 30 root 3 by 2 cos 45 1 by root 2 sin 1 by 2 denominator same answer root 3 minus 1 by 2 root 2 option undo ode okay option A is the right answer alle simple question idakku ningal cheyya okay next question second question nalla question aanu keto if A and B are collinear then and A dot B equal to 27 then A is equal to question tannittundu B tannittundu etraya 3I plus 6J plus 6K തന്നിട്ടുണ്ട് ഇതിന്റെ കണ്ടീഷൻ A dot B equal to 27 എന്ന് പറഞ്ഞിട്ടുണ്ട് A യും B collinear എന്ന് പറഞ്ഞിട്ടുണ്ട് എന്താണ് A യും B collinear എന്ന് പറഞ്ഞാൽ റിലേഷൻ സപ്പോസ് two vectors A യും B collinear ആണെങ്കിൽ A is some lambda of B എന്ന് പറഞ്ഞാൽ B യുടെ എന്തെങ്കിലും ഒരു മൾട്ടിപ്പിൾ ആയിരിക്കും ആരെന്ന് പറഞ്ഞാൽ A എന്ന് പറഞ്ഞാൽ എന്നാൽ B ഏതെങ്കിലും ഒരു കോൺസ്റ്റന്റ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ A കിട്ടും അല്ലെങ്കിൽ തിരിച്ച് A ഏതെങ്കിലും ഒരു കോൺസ്റ്റന്റ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ B കിട്ടും proportional രണ്ടുപേരുടെ ഡയറക്ഷൻ റേഷ്യോസ് എന്തായിരിക്കും പ്രൊപ്പോർഷണൽ ആയിരിക്കും എന്നാണ് മീനിങ് ഓക്കെ ആ ഒരു കൺസെപ്റ്റ് വെച്ച് നമുക്ക് ഇത് സോൾവ് ചെയ്യാൻ പറ്റും നമുക്ക് എൻട്രൻസ് ഓറിയന്റഡ് ആയിട്ട് നമുക്ക് ഓപ്ഷൻ വെച്ച് തന്നെ കണ്ടുപിടിക്കാം ഓക്കെ ഫസ്റ്റ് ഓപ്ഷൻ നമുക്ക് കണ്ടുപിടിക്കുന്ന A വെക്ടർ ആണ് വെക്ടർ A ആണ് കണ്ടുപിടിക്കുന്നത് ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ 3 I plus J plus K ഓപ്ഷൻ B എന്ന് പറഞ്ഞാൽ I plus 2J plus 2K ഡോട്ട് പ്രോഡക്റ്റ് തന്നിട്ടുണ്ട് ഓക്കെ അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ ആദ്യം ബി വെക്ടർ ഉണ്ട് എ വെക്ടർ ആണ് കണ്ടുപിടിക്കുക ഓപ്ഷൻ ഉണ്ട് അപ്പൊ ഈ തന്നിട്ട് ഓപ്ഷനിൽ ഈ ബി വെക്ടർ ആയിട്ട് എന്തെടുത്ത് നോക്കാം നിങ്ങൾ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുക അത് ഞാൻ ഓപ്ഷൻ എ എടുത്തു അപ്പൊ ഈ വെക്ടറും ഇവനുള്ള ഡോട്ട് പ്രോഡക്റ്റ് നിങ്ങൾക്ക് അറിയില്ല ഡോട്ട് പ്രോഡക്റ്റ് അറിയില്ല കറസ്പോണ്ടിങ് ഡയറക്ഷൻ റൈസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി മാറില്ല എല്ലാം 3 അല്ലേ അപ്പൊ 3 into 3 എത്രയാ 9 പ്ലസ് അഗെയിൻ 3 into 6 18 പ്ലസ് അഗെയിൻ കെയുടെ 3 into 6 18 45 വരും 27 അല്ല അപ്പോൾ ഓപ്ഷൻ എ അല്ല അടുത്ത ഓപ്ഷൻ ബി ചെക്ക് ചെയ്യാം ഓപ്ഷൻ ബി ചെക്ക് ചെയ്യുമ്പോൾ I 2 ഐയുടെ ക്വസ്റ്റ്യൻ 1 into 3 പ്ലസ് 2 into 6 12 പ്ലസ് 2 into 6 12 27 A dot B കറക്റ്റ് ആയി ഇന്നൊരു കാര്യം ശ്രദ്ധിക്കുക A dot B മാത്രം പോരാ ഒരു കണ്ടീഷൻ ഉണ്ട് കൊളിനിയർ എന്നും കൂടെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത് ഈ വെക്ടറിനെ ഈ വെക്ടറിനെ എന്തെങ്കിലും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ വെക്ടർ കിട്ടുമോ നോക്കുക കിട്ടും ഈ വെക്ടറിനെ ത്രൂ ഔട്ട് ആയിട്ട് ഒരു 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ എന്തായി മാറി 3I 6J 6K അതല്ലേ ബി വെക്ടർ എന്ന് പറഞ്ഞാൽ അപ്പൊ നമുക്ക് എന്തെന്ന് മനസ്സിലായി എയും ബിയും കൊളിനിയർ ആണെന്ന് മനസ്സിലായി ഡോട്ട് പ്രോഡക്റ്റ് 27 കിട്ടി അപ്പോൾ ഓപ്ഷൻ ആൻസർ ഏതാണ് ഓപ്ഷൻ ബി ഇങ്ങനെ വേണം ചെയ്യാം ഓക്കെ ഓപ്ഷൻ ഇട്ട് കണ്ടുപിടിച്ചാൽ മതി അപ്പം നമുക്ക് ചിലപ്പോൾ ഓപ്ഷൻ ഇ ഒക്കെ ആണെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ അത്രയും ചെയ്യണം ജസ്റ്റ് ചിന്തിച്ചാലും മതി അല്ലെങ്കിൽ ഒറ്റയടിക്ക് കുറച്ചും കൂടെ കാൽക്കുലേഷൻ പവറുള്ള കുട്ടി ആദ്യം മറ്റേത് നോക്കുക ഏതാ കൊളിഞ്ഞർ ഏതാണെന്ന് നോക്കുക എങ്ങനെയാ പ്രൊപ്പോർഷണൽ വരുന്ന ഏതാണെന്ന് നോക്കാം അപ്പോൾ ഒറ്റയടി കണ്ടുപിടിക്കാൻ പറ്റും പ്രൊപ്പോർഷണൽ വരുന്ന ഇതിലാരാ പ്രൊപ്പോർഷണൽ വരുന്ന ആരാ ഇതൊന്നും ഞാൻ ഒറ്റയടി കണ്ടുപിടിക്കാൻ പറ്റും ഓപ്ഷൻ നോക്കുമ്പോൾ ഒറ്റയടി കണ്ടുപിടിക്കാൻ പറ്റും അത് നിങ്ങളുടെ ഒബ്സർവേഷൻ പവറിന് വിട്ടു തന്നിരിക്കുന്നു പിടി കിട്ടിയല്ലോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കുറച്ച് സ്പീഡിൽ നിൽക്കുക ഒട്ടും സമയമില്ല അതാണ് പ്രശ്നം കേട്ടോ ഞാൻ നെക്സ്റ്റ് നാളത്തെ വീഡിയോയിൽ കുറേ ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 82 അടിപൊളി ക്വസ്റ്റ്യൻ ആണ് ഈ ക്വസ്റ്റ്യൻ വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് നോട്ട് ചെയ്ത് പഠിക്കണം കേട്ടോ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ തന്നിട്ടുണ്ട് 13 മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി തന്നിട്ടുണ്ട് 5 ഇത് സ്ഥിരം നമ്മൾ ഒബ്ജക്റ്റീവായിട്ട് സബ്ജക്റ്റീവ് നമുക്ക് എക്സാമിനും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആൻഡ് എ ക്രോസ് ബി ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ഇല്ലാത്ത ഇയർ ഇല്ല കേട്ടോ എ ക്രോസ് ബി കണ്ടുപിടിക്കാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ഇല്ലാത്ത ഇയർ ഇല്ല ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ ചെയ്യേണ്ടത് നമുക്ക് എ ഡോട്ട് ബിയുടെ വേറെ ഒരു ഫോർമുല അറിയാം വാട്ട് ഈസ് എ ഡോട്ട് ബി ഈക്വൽ ടു എ ബി കോസ് തീറ്റ വിച്ച് മീൻസ് magnitude of A into magnitude of B cos theta അപ്പം magnitude of A into magnitude of B അപ്പോൾ എത്രയാ 13 into 5 cos theta ഫൈൻ പിടി കിട്ടിയോ 13 into 5 cos theta എന്ന് പറയുമ്പോൾ A dot B എത്രയാണ് തന്നിട്ടുള്ളത് 30
അപ്പോൾ 13 into 5 എത്രയാണ് 50 65 cos theta equal to 30 അവിടെ നിന്ന് cos theta equal to 30/65 ഓക്കെ നമുക്ക് 5 കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ എന്തോടാ cos theta equal to എന്തെന്നു cos theta equal to 5 കൊണ്ട് ക്യാൻസൽ ഇവിടെ 6 വരും 6/30 നമുക്കിനി sin theta കണ്ടുപിടിക്കാം sin theta ഫോർമുല എന്താണ്ടാ sin square theta plus cos square theta equal to 1 ഇവിടെ നിന്നും sin theta എന്ന് പറഞ്ഞാൽ √1 minus cos square theta again √1 minus cos theta 6/13 cos square theta 6 square by 13 square 6 square എത്ര 36 13 square എത്രടാ 169 അപ്പോൾ നമ്മൾ എന്ത് വന്നു 36/169 ഇങ്ങോട്ട് ക്രോസ് ചെയ്യുമ്പോൾ 169 മൈനസ് 36 അപ്പോൾ എത്ര വരും 169 36 കുറച്ച 133 എന്ന് വരും അല്ലേ അപ്പോൾ ഇങ്ങനെ വരും 133/169 ഒറ്റയടി ചെയ്തതാണ് കേട്ടോ നോക്കിക്കോണേ നമുക്കറിയാം 169 റൂട്ട് ഉണ്ട് എത്രയാണ് 13 അപ്പോൾ അതിൻ്റെ ആൻസർ എന്തോന്നു ഇതാണ് ആൻസർ പിടികിട്ടിയല്ലോ സൈൻ തീറ്റ കിട്ടി ഇനി നിങ്ങൾക്ക് വേറൊരു റിലേഷൻ ഉള്ളത് സിമിലർ ഇതേപോലെ തന്നെ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ക്രോസ് ബി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി സൈൻ തീറ്റയാണ് മാഗ്നിറ്റ്യൂഡ് ഓഫ് എ എത്രടാ 13 ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി എത്രടാ 5 ഇൻറ്റു സൈൻ തീറ്റ എത്ര കിട്ടി √133/13 ഓപ്ഷൻ ഉണ്ടോ നോക്കേ ഓക്കെ ഓപ്ഷനുണ്ട് 13 5 എത്രയാണ് 65/13 √133 ആണ് ആരെന്ന് പറഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ക്രോസ് ബി അതാണ് ഓപ്ഷനുള്ളത് ഏതാണ് ഓപ്ഷൻ ഇ ഇസ് ദ റൈറ്റ് ആൻസർ ഇവിടെ നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം പക്ഷെ 5 × √133 എല്ലാ ഓപ്ഷനിലുള്ളൂ ഓപ്ഷനിൽ ഇത് തന്നെയാണ് 65/13 ആണ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഏതാ ഓപ്ഷൻ ഇ ഇസ് ദ റൈറ്റ് ആൻസർ പിടി കിട്ടിയോ അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരും നോക്കിക്കോണം കേട്ടോ സിമ്പിൾ അല്ലേ എഴുതിക്കോ കേട്ടോ ഈ ഒരു റിലേഷൻ നോക്കി വയ്ക്കുക ഈ ഒരു റിലേഷൻ നോക്കി വയ്ക്കുക ഇത് ഷുവർ ക്വസ്റ്റ്യൻ ആണ് എക്സാമിന് കേട്ടോ ഓക്കെ ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോളാം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ് 56p r plus 6 is to 56p r plus 3 equal to 30,800 അല്ലേ is to 1 എങ്കിൽ ആറിന്റെ വാല്യൂ കണ്ടുപിടിക്കാം ഓക്കെ നിങ്ങൾക്ക് എഴുതാറ് ഈസ്റ്റ് ഒന്ന് ഡിവൈഡഡ് ബൈ ഇതിന്റെ റിലേഷൻ ഏതാണ് LPR n factorial divided by n minus 56 minus r factorial എന്ന് പറയുമ്പോൾ r plus 6 അങ്ങനെ കൊടുക്കണം കേട്ടോ ബ്രാക്കറ്റ് കൊടുക്കണം divided by ഈ പുള്ളിക്കാരൻ n factor divided by n minus r എന്ന് പറയുമ്പോൾ r plus 3 ഇങ്ങനെ കൊടുക്കുക കേട്ടോ ഞാൻ തെറ്റിപ്പോവേ equal to 30,000/1 ക്ലിയർ ആണല്ലോ ഈ നെഗറ്റീവ് അകത്ത് പറയുമ്പോൾ നെഗറ്റീവ് r ഇപ്പം മുകളിലത്തെ എന്തായിട്ട് മാറും 56 factor divided by -6 ആകുമ്പോൾ -6 ആണ് 56 - 6 എന്ന് പറയുമ്പോൾ 50 അപ്പോൾ 50 - r factorial divided by ഇതെന്താണ് 56 factorial divided by ഇതെന്തായിട്ട് മാറി 56 - 3 53 - r factorial എന്നായി ഈക്വൽ ടു ഇവിടെ കിട്ടിയല്ലോ സംശയമൊന്നുമില്ലോ ഇത് രണ്ടും ക്യാൻസൽ ആയിപ്പോയി നേരെ മോളിപ്പോൾ അപ്പോൾ എന്തായിട്ട് വന്നു 53 - r factor divided by 50 minus ഇത് കറക്റ്റ് അല്ലേ ക്വസ്റ്റ്യൻ അതല്ലായിരുന്നോ സോറി ക്വസ്റ്റ്യൻ കുഞ്ഞു മിസ്റ്റേക്ക് ക്വസ്റ്റ്യൻ 56 അല്ല 54 ആണ് ഓക്കെ ശ്രദ്ധിച്ചില്ല അപ്പോൾ ഇവിടെ എന്ത് വരും 54 വരും കേട്ടോ അപ്പോൾ ഇതാരാ 54 - 3 51 ആണ് കേട്ടോ ഇവിടെ 54 ആണ് അപ്പം ക്യാൻസൽ ചെയ്യല്ലേ ഓക്കെ 54 ആണ് കേട്ടോ ക്വസ്റ്റ്യൻ കറക്റ്റ് അല്ലേ ഇപ്പോൾ 54 - 3 51 ഓക്കെ ഫൈൻ ഇപ്പം കറക്റ്റ് ആയല്ലോ ഓക്കെ 54 ആണ് അപ്പം തിരിച്ച് നേരെ മോളിൽ പോകുമ്പോൾ എന്തായിട്ട് മാറും 56 ഫാക്ടോറിയലിന് 56 × 55 × 54 ഫാക്ടോറിയൽ എന്ന് എഴുതി ഡിവൈഡഡ് ബൈ 50 - r ഫാക്ടോറിയൽ ഇൻറ്റു ഇത് നേരെ മോളിൽ പോകുമ്പോഴോ 51 - r ഫാക്ടർ ഡിവൈഡ് ബൈ 54 ഫാക്ടോറിയൽ ഈക്വൽ ടു ഇവിടെ കിട്ടിയല്ലോ 54 ഫാക്ടോറിയലും ക്യാൻസൽ ആയിപ്പോയി
ഇനി 51 മൈനസ് ആർ ഫാക്ടോറിയൽ ഇവിടെ 56 ഇൻറ്റു 55 ഇൻറ്റു ഇവനെ എങ്ങനെ എഴുതാം 51 മൈനസ് ആർ ഇൻറ്റു 50 മൈനസ് ആർ ഫാക്ടോറിയൽ എന്ന് എഴുതാം 50 മൈനസ് ആർ ഫാക്ടോറിയൽ. ഇതൊക്കെ നിങ്ങൾ പ്ലസ് 1 പഠിച്ചിട്ടുണ്ട്. ഇത് രണ്ടും ക്യാൻസലായി പോയി. ഇനി സിമ്പിൾ അല്ലേ? ഇനി ഞാൻ കാൽക്കുലേഷൻ ചെയ്യുന്നില്ല. ഓക്കെ, നിങ്ങളെന്താണ് ഇതിനെ ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് ഇത് നേരെ അപ്പുറത്ത് പോകും. നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടി 56 ഇൻറ്റു 55 51 മൈനസ് ആർ ഈക്വൽ ടു. നിങ്ങൾ ചെയ്യേണ്ടത് ഇത് രണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, കിട്ടുന്ന ആൻസറിനെ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് ഈ ആറിന് അപ്പുറത്തുണ്ട് ടേമിന് ഇപ്പുറത്തുണ്ട് വരിക. അപ്പോൾ നിങ്ങൾക്ക് അവിടെ നിന്ന് ആറിൻ്റെ വാല്യൂ, എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ചെയ്യുന്നില്ല, ആറിൻ്റെ വാല്യൂ നിങ്ങൾക്ക് 41 എന്ന് കിട്ടും. ആർ ഈക്വൽ ടു 41 ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. ആർ ഈക്വൽ ടു 41. ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ബി. കിട്ടിയില്ലെങ്കിൽ പറഞ്ഞാൽ ഞാൻ പിന്നെ ചെയ്തുതരാം. ഓക്കെ, സമയമില്ലാത്തതുകൊണ്ടാണ്. ഇവിടെ സോൾവ് ചെയ്യുക. അവിടെ എന്നിട്ട് നിങ്ങൾക്ക് ആറിൻ്റെ വാല്യൂ 41 എന്ന് കിട്ടും. പിടിയിട്ടിയല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇനി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു പാരലൽ ലൈൻസ് y ഈക്വൽ ടു 2x പ്ലസ് 4 y ഈക്വൽ ടു 2x മൈനസ് 1. ഇതിങ്ങനെ എഴുതാൻ എന്തോരോ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്തായിട്ട് മാറി y മൈനസ് 2x മൈനസ് 4 ഈക്വൽ ടു 0. ഇതെങ്ങനെയായിട്ട് മാറി y മൈനസ് 2x പ്ലസ് 1 ഈക്വൽ ടു 0. രണ്ട് പാരലൽ ലൈൻസിന്റെ ഡിസ്റ്റൻസിന്റെ ഫോർമുല ഏതാ? മാഗ്നിറ്റ്യൂഡ് ഓഫ് c1 മൈനസ് c2 ഡിവൈഡ് റൂട്ട് ഓഫ് എന്താണ് a സ്ക്വയർ പ്ലസ്. ഇതല്ലേ നിങ്ങൾ എവിടെ പഠിച്ചിട്ടുണ്ട്? നമ്മൾ പ്ലസ് 1 ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു പാരലൽ ലൈൻസിന്റെ ഫോർമുല എന്ന് പറഞ്ഞ് നിങ്ങൾ ഈ റിലേഷനാണ് പഠിച്ചിട്ടുള്ളത്. ഓക്കെ, പിടികിട്ടിയോ? അപ്പോൾ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഏതാണ്? ടു പാരലൽ ലൈൻസിന്റെ ഫോർമുല ആയിട്ട് നമ്മൾ പ്ലസ് 1 അല്ലേ, പ്ലസ് 1 നിങ്ങളിത് സാധാരണ പഠിക്കുന്നത്. നമ്മൾ പ്ലസ് 1 ഇത് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, എന്താ രണ്ട് പാരലൽ ലൈൻസ് എന്ന് പറഞ്ഞാൽ വൈയുടെ കോഷ്യൻ സെയിം ആയിരിക്കണം, എക്സിന്റെ കോഷ്യൻ സെയിം ആയിരിക്കണം. കോൺസ്റ്റന്റ് ഡിഫറെന്റ് ആയാൽ കുഴപ്പമില്ല. വൈയുടെ കോഷ്യനെ വേണമെങ്കിൽ എ എന്ന് നമ്മൾ സാധാരണ വൈയുടെ കോഷ്യന്റ് ബിയും എക്സിന്റെ കോഷ്യന്റ് എ. ഓക്കെ, നമ്മൾ എ എക്സ് പ്ലസ് ബി എക്സ് പ്ലസ് സി ഈക്വൽ ടു സി, എ എക്സ് പ്ലസ് ബി വൈ പ്ലസ് സി ഈക്വൽ ടു 0. വൈയുടെ കോഷ്യന്റ് ബിയും എക്സിന്റെ കോഷ്യന്റ് എ ആയിട്ട് എടുക്കുക കേട്ടോ. ഈ ഫോർമുല കുറവ്. അപ്പോൾ എന്ത് വരും? c1 c2 ഇതാ എങ്ങനെ വേണം എടുക്കാം? ഏതാ? -4 -1 ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. ഈ രണ്ടാൾക്കാരുടെ കോഷ്യന്റ് റൂട്ട് ഓഫ് ആരാ? എ സ്ക്വയർ 2 സ്ക്വയർ 2 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ d ഈക്വൽ ടു -4 -1 -5 മോഡലസ് ആയിട്ട് മാറും. √5 -5 എന്ന് പറഞ്ഞാൽ 5 ബൈ √5. 5 എങ്ങനെ എഴുതാം? √5 ഇൻറ്റു √5 ബൈ √5. അപ്പോൾ ആൻസർ √5. ഓപ്ഷൻ ഉണ്ടോ നോക്കി നിങ്ങൾ ചെയ്യും. ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. പിടിയോ? ഈ എയും ബിയും എന്ന് പറഞ്ഞാൽ ഈ വൈയുടെ എക്സിന്റെ കോഎഫിഷ്യൻസാ. ഓക്കെ, എക്സിന്റെ കോഎഫിഷ്യൻസ് ആണ് ആക്ച്വലി എ, വൈയുടെ കോഷ്യൻ ആണ് ആരെന്ന് പറഞ്ഞാൽ ബി. ഇവിടെ എത്ര? 1 അല്ലേ? കോൺസ്റ്റന്റ് c1 c2 എങ്ങനെ വേണം എടുക്കാം കേട്ടോ. 4ഉം 1 -4ഉം 1 അത് നിങ്ങൾക്ക് എങ്ങനെ വേണം എടുക്കാം, വിഷയമില്ല. കാരണം മോഡലസ് ആണ്, അതുകൊണ്ട് എന്താകത്തില്ല, അതിന് നെഗറ്റീവ് സൈനെ ക്യാൻസൽ ആയി പോയിക്കോളൂ. ഓക്കെ, പിടിയിട്ടിയല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ. ഞാൻ മുമ്പ് ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ഇതാണ്. ക്വസ്റ്റ്യൻ കാണുമ്പോഴൊന്നും പേടിക്കരുത്. 7c0 പ്ലസ് 7c1 പ്ലസ് 7c2 plus 7c3 plus etc plus 7c6 plus 7c7. നമുക്ക് ഞാൻ ഫോർമുല അടിച്ചില്ലേ? nc0 plus nc1 plus etc plus ncn ആണെങ്കിൽ 2n. അപ്പോൾ ഇവന്റെ ആൻസർ എത്രയാടാ? 2/7. n എന്ന് പറഞ്ഞാൽ 7 അല്ലേ ഇതില്? കിട്ടിയോ? അത്രേ ഉള്ളൂ. ആൻസർ ഓപ്ഷൻ എത്രയാ? ഒന്നുമില്ല, ഒറ്റ അടിക്കൂ. ഓപ്ഷൻ സി. അഗൈൻ ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. കിട്ടിയോ? ഡയറക്റ്റ് ഫോർമുല. ഈ ഫോർമുല നോക്കി വെക്കുക. അതിൽ n എന്ന് പറഞ്ഞാൽ 7 ആണ്. Hence answer 2/7. Okay, fine. Next question. ഒരു നല്ല ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഒരു റാങ്ക് ബേസ്ഡ് ക്വസ്റ്റ്യൻ, തിങ്ക് ചെയ്ത് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണ്. ഞാൻ പറഞ്ഞില്ല 1 - 3x plus 7x square into 1 - x the whole raised 16 the coefficient of x. ഈ എക്സ്പാൻഷനിലെ എക്സിന്റെ കോഎഫിഷ്യന്റ്. ഓക്കെ, അപ്പൊ ഞാൻ ആദ്യം ചെയ്യുന്നത് ഇതിനെ എക്സ്പാൻഡ് ചെയ്യാം. ഇവനെ അതേപോലെ എഴുതി 1 - 3x plus 7x square അതേപോലെ എഴുതിയിട്ട് ഇവനെ ബൈനോമിയൽ എക്സ്പാൻഷൻ നടത്തി. നിങ്ങൾക്ക് ഇതിനെ എക്സ്പാൻഡ് ചെയ്ത് അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അവിടെ എക്സിന്റെ കോഎഫിഷ്യന്റാ. ഇവന്റെ ബൈനോമിയൽ എക്സ്പാൻഷൻ എന്താണ്? 16c0 a എന്നുള്ള ഫസ്റ്റ് ടൈം, സെക്കൻഡ് ടൈം സ്റ്റാൻഡേർഡ്
ഓക്കെ, കാരണം ആൾട്ടർനേറ്റ് പ്ലസ് മൈനസ് കൊടുക്കണം. മൈനസ് 16c1 1/15 സെക്കൻഡ് എക്സ് സ്റ്റാർട്ട് ചെയ്യും എക്സ്, പിന്നെ പ്ലസ് 16c എത്രയാണ് 2 1/14 എക്സ് സ്ക്വയർ. അങ്ങനെ ലാസ്റ്റ് -1 എന്ന് പറയുമ്പോൾ ആരാണ് 16c 16 1 ഇല്ല x⁻16 ഇതാണ് ടേം. ഓക്കെ, നിങ്ങൾ നോക്കിയാൽ മതി. എന്താ ഈ ടേം മുതൽ അങ്ങോട്ട് എല്ലാ ടേമിലും എക്സിന്റെ പവർ x² x⁻3 x⁻4 അങ്ങനെ കൂടിയാണ് പോകുന്നത്. അപ്പോൾ ഈ ടേമിന് ശേഷമുള്ള ഒരു ടേം നോക്കേണ്ട ആവശ്യമില്ല, കാരണം എക്സിന്റെ ഹയർ പവറാണ്. ഈ ടേമിൽ എക്സിന്റെ പവറിൽ ഈ ടേമിൽ എക്സിന്റെ പവർ ഉണ്ട ഈ ടേമിനെ കൊണ്ട് ഇനി അപ്പോൾ നിങ്ങൾ ഇത്രയും പിടിയിട്ട് ജനറൽ എക്സ്പാൻഡ് ചെയ്തിട്ട് ഇത്രയും ടേംസിനെ അങ്ങ് കളയുക. കാരണം അതൊക്കെ നമുക്ക് എക്സിന്റെ കോഎഫിഷ്യന്റാണ് വേണ്ടത്. അതൊക്കെ എക്സിന്റെ കോഎഫിഷ്യന്റിനേക്കാൾ എക്സ് മീൻസ് x⁻1 ഇതൊക്കെ എന്താണ് x⁻1 എന്താണ് പവർ കൂടിയ ടേംസ്. അപ്പോൾ ആ ടേംസിൽ നമുക്ക് എന്തില്ല, ആവശ്യമില്ല, ഇനി അങ്ങോട്ടുള്ള ടേംസ് ഇല്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത്രയും മാത്രം എടുത്താൽ മതി. ഇത്രയും എടുത്തിട്ട് ഈ ടേമിന് ഇങ്ങോട്ട് അകത്തേട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അത് എല്ലാം മൾട്ടിപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഈ 7x² കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ഇവിടെ എക്സിന്റെ സ്ക്വയറാണ്. അപ്പോൾ ഇതിവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അവിടെ x² വരും, ഇവിടെ മൾട്ടിപ്ലൈ x³ വരും. ഈ രണ്ടാൾക്കാരെ കൊണ്ട് ഈ ടേമുകൾ മൾട്ടിപ്ലൈ ചെയ്യുക. ആദ്യം ഈ 1 കൊണ്ട് ഇവനെ മൾട്ടിപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. 1 കൊണ്ട് ഇവനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അത് 1 ആണ് വരുന്നത്, എടുക്കത്തില്ല. അപ്പോൾ ഈ 1 കൊണ്ട് ഇവനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരുടാ -16c1 1/51 എക്സ്. ഇനി അടുത്ത് -3x കൊണ്ട് ഇവനെ മൾട്ടിപ്ലൈ ചെയ്യുക. -3x 16c0 1/50. ഇനി -3x കൊണ്ട് ഇവനെ മൾട്ടിപ്ലൈ ചെയ്താൽ x x² ആയിട്ട് മാറും. അപ്പോൾ അതും എടുക്കേണ്ട ആവശ്യമില്ല. അപ്പം നിങ്ങൾ ഇത് മാത്രം നോക്കിയാൽ മതി. 16c1 -16x മൈനസ് എത്ര nc0 എന്താണ് nc01. അപ്പോൾ എത്രയാണ് 3x, ദാറ്റ് ഈസ് എന്താണ് -19x. അപ്പോൾ എക്സിന്റെ കോഷ്യന്റ് എത്രയാണ് -9. അല്ല ഡൗട്ട് ഇങ്ങനെ എടുക്കാൻ ഡൗട്ടുള്ളവർ ഈ 3 ടേമും കൊണ്ട് ഈ 2 ടേമിന് എന്ത് ചെയ്യുക, അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. എന്നിട്ട് അവിടെ നിന്ന് എക്സിന്റെ കോഷ്യന്റ് മാത്രം എടുത്താൽ മതി. മനസ്സിലായല്ലോ? ഞാൻ ഇപ്പോൾ ഒറ്റയടിക്ക് ചെയ്യാൻ ഷോർട്ട് കട്ട് പറഞ്ഞു. ഇത് മനസ്സിലാവാത്തതിന് എന്ത് ചെയ്യുക, ഈ 3 ടേം കൊണ്ട് ഈ 2 ടേമിന് മാറി മാറി എന്ത് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക. മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടി കുറച്ചും കൂടി ഷോർട്ട് ആക്കി വെച്ചു. ഇതാരാ 1 - 3x + 7x² ഇൻറ്റു ഇതാരാ 16c0 എന്ന് പറഞ്ഞാൽ 1. ദാറ്റ് ഇസ് ഫസ്റ്റ് ടൈം 1 ഉള്ളൂ. 1 - 16x. ഈ 3 ടേം കൊണ്ട് ഈ 2 ടേമിനെ മൾട്ടിപ്ലൈ ചെയ്യുക. മൾട്ടിപ്ലൈ ചെയ്തിട്ട് അവിടെ നിന്ന് എക്സിന്റെ കോപ്ഷൻ മാത്രം എടുത്താൽ മതി. ഞാൻ ഒറ്റയടിക്ക് മൾട്ടിപ്ലൈ എടുക്കുന്നേ ഉള്ളൂ. ഇവിടെ കിട്ടിയല്ലോ. അപ്പോൾ ആൻസർ -19. ഓപ്ഷൻ ഏതാണ്ടാ -19 എന്ന് പറയുമ്പോൾ ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഡി ഇസ് ദ റൈറ്റ് ആൻസർ. ഇവിടെ കിട്ടിയല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Okay, next question. The equation of a circle with a center 2 passes through the point 4,5. ഒരു മോഡൽ കണ്ടല്ലോ, ഒരു 5 ഓപ്ഷൻ ഉണ്ട്. അതിൽ ഏതാണ് ഈ സർക്കിളിന്റെ ഇക്വേഷൻ? നമുക്ക് ജനറൽ സർക്കിളിന്റെ ഇക്വേഷൻ എന്താണ്? x - h² plus y - k² r². റേഡിയസ് തന്നിട്ടില്ല. x ഉണ്ട്, പാസ് ത്രൂ ദ പോയിന്റ്, ഇതാണ് x ആരാ 4 മൈനസ് സെന്റർ ആരാ 2 the whole square plus again അടുത്ത പാസ് ചെയ്യുന്ന പോയിന്റ് ആരാ 5 മൈനസ് ഇതാണ് എക്സും വൈയും, ഇതാണ് സെന്റർ എച്ചും കെയും. ഇപ്പൊ എന്താ 2 the whole square equal to r². 4 - 2 2² 4, 5 - 2 3, 3² 9 equal to r². 13 equal to r². അപ്പൊ r²ന്റെ വാല്യൂ എന്തെന്ന് കിട്ടി 13. റേഡിയസ് കിട്ടിയല്ലോ, അവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ജനറൽ ഇക്വേഷനിൽ കൊടുത്ത് കണ്ടുപിടിക്കാം. കിട്ടിയോ? ജനറൽ ഇക്വേഷൻ ക്വസ്റ്റ്യനിൽ xy പാസ് ത്രൂ ദ പോയിന്റ് ആണ് xy, സെന്റർ ആണ് hk തന്നിട്ടുണ്ട്. ഇനി ജനറൽ ഇക്വേഷനിൽ എക്സും വൈക്കും വരും കൊണ്ട് x സെന്റർ മാത്രം കൊടുത്താൽ x - 2 the whole square plus y minus again 2 the whole square equal to r² എത്ര 30. ഇനി സോൾവ് ചെയ്യുക. ഇനി ജനറൽ ഇക്വേഷൻ എഴുതുമ്പോൾ എക്സ് എഴുതണ്ട, ഞാൻ റേഡിയസ് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് എക്സിനും വൈക്കും കൂടെ വാല്യൂ കൊടുത്തിട്ട് റേഡിയസ് കണ്ടുപിടിച്ചു. തിരിച്ച് സർക്കിളിന്റെ ജനറൽ ഇക്വേഷൻ എഴുതുമ്പോൾ ആർക്കാ എക്സിനും വൈക്കും ഇനി വാല്യൂ എടുക്കണ്ട. ഇനി ജനറൽ ഇക്വേഷനാണ്. ഇതൊന്ന് സോൾവ് ചെയ്യണം. അപ്പം എന്ത് കിട്ടും? a² - 2x + 4 plus y² - 2y + 4 equal to 13. That is x² plus x² minus 2x plus y² minus 2y. 4 plus 4 8 അപ്പുറത്ത് പോകുമ്പോൾ 5.
ഇത് ഓപ്ഷൻ ഉണ്ടോ നോക്കാം. ഓപ്ഷൻ ഉണ്ടോ? ഇല്ല. പക്ഷെ വേറെ ഒന്നുണ്ട്. ഈ 5 ഇങ്ങോട്ട് വരുമ്പോഴോ -5 = 0. അത് ഓപ്ഷനിലുണ്ട്. ഏതാ? ഓപ്ഷൻ ബി അല്ല, ഇത് x² മൈനസ് ഇവിടെ 4x അല്ലേ, ഇത് 4y അല്ലേ, 2ab-യും 2ab. ഓക്കെ, അപ്പൊ ഏതാ ഓപ്ഷൻ? ഏതാ ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. പിടികിട്ടിയല്ലോ, സിമ്പിൾ അല്ലേ? ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. പിടികിട്ടിയോ? ഓക്കെ. അപ്പം നമുക്ക് ബാക്കി ക്വസ്റ്റ്യൻസ് നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യാം. ഓക്കെ, ഞാൻ നാളെ ഒരു വീഡിയോ കൂടെ ചെയ്തിടാം. ഓക്കെ, ഇന്ന് ഒട്ടും സമയമില്ലാത്തതുകൊണ്ടാണ് കുറച്ച് ക്വസ്റ്റ്യൻ നിർത്തുന്നത്. ഓക്കെ, ശരി.